അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ചെറിയൊരു ഇരിക്കാനുള്ളൊരു സംഭവമുണ്ട് നമ്മുടെ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ. സോ ദ വ്യൂ ഈസ് അടിപൊളി. നമുക്ക് ചെറിയൊരു ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. സോ വ്യൂ നമുക്ക് അടിപൊളിയാണ്, അതിലൊരു രക്ഷയില്ല. കണ്ട വ്യൂ കൊള്ളാം, വ്യൂ പക്കയാണ്. പിന്നെ നമുക്ക് ഇരിക്കാനുണ്ട്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ. വേണ്ട നല്ലൊരു വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അങ്ങോട്ടൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്നത് കാണുന്നത്. പിന്നെ വെള്ളത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം സംഭവം. നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാനും ഒരു സൗകര്യമുണ്ട്. പിന്നെ രണ്ട് ചെറിയൊരു പാലമുണ്ട്. ഇങ്ങനെ തിരിച്ച് ഈ വഴി പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. വാച്ച് ടവർ ഈസ് ദെയർ. സോ വാച്ച് ടവറിലോട്ട് പോകാം കേട്ടോ. വാച്ച് ടവർ തന്നെ ഒരു വാച്ച് ടവറുണ്ട്. സോ അതിലോട്ട് പോകാം. എന്തെനിക്ക് ഒന്നല്ലേ ഇതുണ്ട് ഈ പറഞ്ഞ നൈസ്. കൊള്ളാം, നല്ലൊരു പാലം. ഞാൻ എന്നാൽ വാച്ച് ടവറിലെ വീഡിയോസുകളൊക്കെ കാണിക്കാം. ഇതിപ്പോൾ ഇത്രയും എത്രത്തോളം കവർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മൊത്തത്തിൽ ഫുൾ കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാനിങ്ങനെ ഓരോന്ന് കവർ ചെയ്തത്. അപ്പോൾ പോയി നോക്കട്ടെ വാച്ച് ടവർ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഒരു രസമായിരിക്കും എന്ന് തോന്നുന്നു, അത്രയും വലിയ വ്യൂ അല്ലേ. സോ ലെറ്റ് മീ സീ ദാറ്റ്. ഞാൻ വീഡിയോ ഇടാം. ഓക്കെ. നാൻസി ആൻഡ് ഡോൺ ഹിയർ ദേ ആർ. ലുക്ക് അറ്റ് ദിസ്. ദേ ആർ ഫ്രം US. സോ അവരിപ്പം ഒരു വെഡ്ഡിങ്ങിന് വന്നതാണ്. വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ തിരിച്ച് December 1 തിരിച്ച് പോകുമെന്നാണ് പറയുന്നത്. സോ നൈസ് മീറ്റിംഗ് യു. സോ മീറ്റ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. സോ നല്ല ആൾക്കാരായിരുന്നു. ഇനി നമ്മൾ വാച്ച് ടവറിലോട്ട് പോവാണ്. ഒത്തിരി നടക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ റോഡിനെ അപേക്ഷിച്ച് ഇച്ചിരി നടക്കാനുണ്ട്. സോ എനിക്ക് വിജയ് ആൻഡ് അബിയാർ ഇതിൻ്റെ പുറയിലുണ്ട്. So how was the boating? It's good, right? Did you enjoy? Yes. I heard your noise from there to here. Yeah. Come back home. Yeah. It was easy for me to spot you. Yeah. His sound was louder, right? Yeah. Yes, the mosquito was biting me. Yeah. Oh, That's the problem. okay. Same mosquitoes won't bite me or our parents. Yeah. Okay. Since I got used to, I don't care. Yeah, okay. The moment he fears mosquitoes biting, I don't know what's the reason. Okay. Same story everywhere. There is. I think in some bloods, right, the mosquitoes come and bite. Yeah. Right. That's right. Yeah. Okay. Somehow mosquitoes know the foreign born kids. Okay. സോ പുള്ളി കൊച്ചിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കൊണ്ട്. പുള്ളി ഒന്ന് സൈറ്റ് സോയിങ് പോലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ US ഡോൺ ആൻഡ് നാൻസി, ദേ വെർ ഗുഡ്. അവരോട് സംസാരിച്ച് നല്ല രസമായിരുന്നു. അവർ ഒത്തിരി നേരം എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു ഇതുപോലെ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ അവർ വീഡിയോ എടുത്താണ്. വാച്ച് ടവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു വാച്ച് ടവർ എത്തിയില്ല, എന്തോ ആയോ എന്തോ. എല്ലാവരും തിരിച്ചു വരുന്നുണ്ടോ എനിക്കൊന്നും. അവർ അങ്ങ് വരെ നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ആ നോക്കട്ടെ. നമ്മൾ വാച്ച് ടവർ എത്തിയിട്ടുണ്ട്. എന്താ നടത്തില്ല വാച്ച് ടവർ പെട്ടെന്ന് എത്തിയപ്പോൾ. അപ്പോൾ ഞാൻ മേലോട്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ മോനെയും കൂടെ താഴെ കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലോട്ട് പോകണം. പുള്ളി അവനാണെങ്കിൽ ഓടി മേലെ കയറി, ഞാനും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കൊള്ളാം. ഇതൊന്ന് ബേർഡ്സ് ഉള്ള സമയത്ത് ഇച്ചിരി ബെറ്റർ ആണ് തോന്നുന്നു കേട്ടോ. ഇത് എത്താറായി എത്തി ഗൈസ്. വാച്ച് ടവറിന് മേളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. Look at him. Say hi. Down there. Say hi. Look at the downstairs. നാണം കെട്ടുന്ന മനസ്സിലായില്ലേ? രണ്ട് പ്രാവശ്യം പറഞ്ഞവൻ കേട്ടില്ല. This is the view from Watch Tower. Look at this. Wow. മറ്റേ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, ജുറാസിക് പാർക്കിനകത്ത് മറ്റേ വാച്ച് ടവറിനകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ അനങ്ങി വരത്തില്ലേ, അതേ ഒരു ഫീല്. കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ഇങ്ങോട്ടേ ഉള്ളൂ, ഈ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം മരം. അതാണ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് മേളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാമായിരുന്നു. അതിൽ ബേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സീസൺ അല്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സൈറ്റിൽ വന്നത് കാക്കയാണ്. അത് രണ്ടുപേരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ. വേറെ പിന്നെ ഞാൻ വരുന്ന വഴി കൊക്കിനെയൊക്കെ കണ്ടു. അപ്പം കൊക്കൊക്കെ കണ്ടായിരുന്നു, അതൊക്കെ കണ്ടു.
എന്തായാലും കുഴപ്പമില്ല, ഇവിടെ വന്നു, അതൊരു എക്സ്പീരിയൻസ് ആണ്. പുതിയ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്തു, ഒരു ഫോറിനേഴ്സിനായിട്ട് മീറ്റ് ചെയ്തു. കൊള്ളാം, നൈസ്. ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു മീൻസ് ഇൻ ദ സെൻസ് അവരോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളാം. ഞാനിന്ന് താഴോട്ട് ഇറങ്ങട്ടെ. അപ്പം ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഓമനക്കുട്ടൻ. അപ്പോൾ ഓമനക്കുട്ടൻ ചേട്ടൻ, ഞാൻ അങ്ങോട്ട് നടന്നു പോയ സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു ബോട്ടിങ്ങിന് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ നടന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇപ്പം ബോട്ടിങ് കഴിഞ്ഞിട്ട് എനിക്കത് അഞ്ചെണ്ണം കിട്ടിയല്ലേ? 5 വെള്ളം പോയിട്ടുണ്ട്. ചേട്ടനല്ല, അല്ല മൊത്തത്തിൽ. ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ സമയത്ത് എപ്പോഴും ആൾ ഇവിടെ ഉള്ളത്? രാവിലെ വന്നവരൊക്കെ ഉള്ളൂ. അല്ല, വൈകിട്ടാണോ കൂടുതൽ ആൾ? അല്ല, ഈ രാവിലെ ഗസ്റ്റുകൾ വരും, ഈ ഹോട്ടലിൽ കിടക്കുന്ന ഗസ്റ്റുകൾ. ശരി. ഇനി ഒരു 11 മണിക്ക് ആകുമ്പോൾ ആരെങ്കിലും വരും. അങ്ങനെ വരുമല്ലേ? ഓ, ശരി. അപ്പം ചേട്ടന് ഇവിടെ എത്ര വർഷമായി? ഞങ്ങള് ഈ KTDC ഇവിടെ വന്ന ആൾ മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ എന്താ പക്ഷികളൊക്കെ ഒത്തിരി ആയിട്ട് വരാറുണ്ടോ? ഉണ്ടല്ലേ? ആരും സീസൺ നവംബർ ഡിസംബർ വെറൈറ്റി പക്ഷികളൊക്കെ വരും. ശരി. ഓക്കെ. ചേട്ടൻ സ്വന്തം വെള്ളം വന്നത്? സ്വന്തം വെള്ളമൊക്കെ എല്ലാവർക്കും സ്വന്തം വെള്ളം. വീട് അടുത്ത് തന്നെയാണോ? അക്കരയാണ്. എല്ലാവരും അവിടെ തന്നെ? ശരി. ഞങ്ങൾ 5-8 വെള്ളക്കാരുണ്ട്. എല്ലാവരും അക്കരെ ഉള്ളവരാ, ഒരാൾ മാത്രം വിളിക്കാറുണ്ട് ഈ വെള്ളക്കാരൻ. ശരി. ഓട്ടം കഴിഞ്ഞ് നീ വന്നത് അങ്ങോട്ട് പോവോ? അത് ഇവിടം വരെയുള്ളൂ ഉള്ളു, അത്രേ ഉള്ളൂ. പാലയില്ലേ അവിടെ. ശരി. അപ്പോൾ ചേട്ടനെ കണ്ട് ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ നടക്കാം. ഓക്കെ. അപ്പം ചേട്ടൻ പറഞ്ഞു വിട്ട് നല്ല പക്ഷികൾ വരാൻ മാർച്ച് ജൂലൈ ആ സമയത്തൊക്കെ നല്ല പക്ഷികളാണ് ഇവിടെ. സോ ആ സമയത്തേക്ക് മാക്സിമം സീസണിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പം കൂടുതൽ പക്ഷികൾ സൈറ്റിങ് കിട്ടും, നല്ല രസമാണ്. പിന്നെ ഇതുപോലെ തന്നെ ബോട്ടിംഗ് സർവീസ് കുഴപ്പമില്ല, ചേട്ടന്മാർ ഭയങ്കര കമ്പനിയാണ്. അപ്പം ബോട്ടിംഗ് സർവീസ് എടുക്കുന്നവരൊക്കെ എടുക്കാം, നല്ല സർവീസാണ്. ഇപ്പം തന്നെ കണ്ടില്ല, ചേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ ആദ്യമേ ചെന്നു, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമായിരുന്നു. വീഡിയോ എടുത്തോണ്ട് ചേട്ടൻ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ വീഡിയോ എടുത്തോട്ടെ? പുള്ളി പറഞ്ഞു എടുത്ത കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പുള്ളിയുടെയൊക്കെ വീട് തൊട്ടപ്പുറത്ത് ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും, ഇവിടെ നിന്ന് അപ്പുറത്തെ വശം കാണാൻ പറ്റും. അപ്പോൾ അവിടെ മൊത്തം വീടുകളാണ്. അപ്പോൾ അവിടുത്തെ വീട്ടിലൊക്കെ ചേട്ടൻ പറയാം കുഴപ്പമില്ല. ഇനി ആൾ 11 മണിയൊക്കെ ആയിട്ട് ആൾ കൂടത്തേ ഉള്ളൂ. ഇപ്പം സമയം 10:30. 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആൾ വരുമെന്നാണ് പറയുന്നത്. കൊള്ളാം കേട്ടോ. അപ്പം മാർച്ച് ജൂലൈയിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നമുക്ക് എന്തോ ഒരു സാധനം താഴ്ത്ത് പോയിട്ടുണ്ട്, അറിയത്തില്ല എന്താന്ന്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് വന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചാൽ മനസ്സിലായി ഞങ്ങൾ സ്വന്തം നാട്ടുകാരാണ്. അപ്പം സുരേഷ് ഏട്ടൻ, പുള്ളി ഇവിടെ 6 വർഷം കൊണ്ടുണ്ട്. KTDCയിൽ വർക്ക് ചെയ്യണം, എക്സ് സർവീസ്മെന്നാണ്. നീർവിളാകമാണ് ചേട്ടൻ്റെ സ്ഥലം. അപ്പോൾ ചേട്ടന് നമ്മുടെ ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോൾ സാധനം എടുക്കാൻ പോകുമ്പോൾ അതുവഴി നമ്മൾ അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ ചേട്ടനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനിയും ബാലൻസ് ചെയ്യാൻ അങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പം ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എൻ്റെ അകത്തുണ്ട്. ഓക്കെ, താങ്ക് യു.